എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയും ദേശീയതകളും എന്ന ഈ പാനൽ ഡിസ്കഷൻ ഇവിടെ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത് ഡോക്ടർ PS മനോജ് കുമാർ സാർ, തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പളാണ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൻ്റെ സോഷ്യൽ സയൻസ് വിഭാഗത്തിൻ്റെ മുൻ ഡീനായിട്ടുള്ള PP അബ്ദുൾ റസാഖ് സാർ, അതുപോലെ നമ്മുടെ യുവജന നേതാവായിട്ടുള്ള ശ്രീ SK സജീഷ് എന്നിവരാണ്. ദേശീയതയെക്കുറിച്ച് ഉള്ള ഒരു ചർച്ചയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പ്രിയ ചരിത്രകാരനായ MGSR ദേശീയതയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലെ വാക്കുകളാണ്. ഇന്ത്യ എന്നത് ഒരു പഴയ അല്ലെങ്കിൽ ഒരു കാലങ്ങളായിട്ടുള്ള ഒരു സംസ്കാരവും അതോടൊപ്പം തന്നെ ഒരു നവീന രാഷ്ട്രവുമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല എന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമാണ്. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ നേതാക്കന്മാരും ഈ ദേശീയതയെ പരിപോഷിപ്പിക്കുന്ന സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ ദേശീയതയിൽ നിന്നും വ്യത്യസ്തമായി വിവിധ സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു ദേശീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദേശീയതയെക്കുറിച്ചിട്ടുള്ള ഒരു നിർവചനം എന്ന രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കാം. അപ്പോൾ എനിക്ക് നമ്മുടെ അതിഥികളോട് തന്നെ ഓരോരുത്തരും ആ ഒരു ചോദ്യത്തിൻ്റെ രീതിയിലുള്ള അതിനോടുള്ള രീതിയിൽ നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. സാറേ, PS മനോജ് കുമാർ സാറിനോടാണ്. ഓക്കെ PP അബ്ദുൾ റസാഖ് സാറിനോട്, അതായത് ഹൗ ഡു യു ഡിഫൈൻ നാഷണാലിസം എന്നതാണ്. ഓക്കെ. ദറിദയുടെ ഒരു പ്രസിദ്ധമായ പ്രയോഗമുണ്ട്, ദി ആബ്സെൻസ് ഓഫ് സാന്നിധ്യത്തിൻ്റെ അസാന്നിധ്യം എന്ന് പറയും. അങ്ങനെ ഒരു അസാന്നിധ്യത്തിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അപ്പുറത്തെ സെഷനിൽ ഇരിക്കേണ്ട ആളായിരുന്നു. ടീച്ചർ അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ക്രമബദ്ധമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ദേശീയത എന്ന് പറയുന്നത് എനിക്ക് തമാശ രൂപത്തിൽ അത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കേസരി ബാലകൃഷ്ണപിള്ള നമ്മുടെ വള്ളത്തോൾ ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് വള്ളത്തോൾ പാടിയപ്പോൾ കേസരി ചോദിച്ചു, അപ്പോൾ തൃശ്ശൂരെന്ന് കേട്ടാലോ തുണി അഴിച്ച് ചാടണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഈ ദേശീയതയുടെ ഒരു സമഗ്രാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് ആ കാലത്ത് തന്നെ പലർക്കും, ഇപ്പം ഗാന്ധിയോട് എപ്പോഴും ടാഗോർ തർക്കിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെപ്പോഴും ദേശം രാഷ്ട്രം എന്നിങ്ങനെ പറയുന്നു. കാരണം ടാഗോർ ഈ ദേശാതിർത്തികളെ വേർ ദി വേൾഡ് ഈസ് നോട്ട് ഡിവൈഡഡ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഈ ദേശീയതകളാൽ നിർണ്ണയിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതിർത്തി വെക്കാത്ത വിശാലമായിട്ടുള്ളൊരു മാനവികതയിലേക്ക്, വിശ്വമാനവികതയെക്കുറിച്ചായിരുന്നു ഇവരൊക്കെ ഐൻസ്റ്റീനൊക്കെ. അപ്പം ഈ ദേശീയതയ്ക്ക് ഒരു സമഗ്രാധിപത്യ സ്വഭാവം ഉണ്ട് എന്നുള്ള. അപ്പം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്തകനുണ്ടല്ലോ, നമ്മുടെ സുനിൽ P. ഇളയിടത്തിൻ്റെ ഒരു ലേഖനം മാതൃഭൂമിയിൽ വായിച്ചു. അപ്പം അത് വർഗീയതയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അതിൽ വളരെ കൃത്യമായിട്ട് സുനിൽ പറയുന്നൊരു കാര്യം, ഇതിനെ നമ്മൾക്ക് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദേശീയത വ്യവഹാരങ്ങളിൽ അന്തർലീനമായിട്ടുള്ള കുറേ സാധനങ്ങളെ നമ്മൾ വിഭാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്, അവിടം വെച്ച് നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഒരു ചർച്ച നോക്കുക നിങ്ങൾ, വന്ദേ ഭാരതം അല്ലെ വന്ദേ മാതരം നിങ്ങൾ നിർബന്ധമായിട്ടും ഇനിയും സ്കൂളുകളിലും പൊതുചടങ്ങുകളിലും പാടണം എന്നുള്ള ഒരു കൽപ്പന കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നു. ഇപ്പം സുനിൽ പറഞ്ഞ ഒരു വിഷയം അതിനകത്തുണ്ട്. നമ്മുടെ ദേശീയത എന്ന് പറയുന്നത്
ഈ പറയുന്ന ഈ ഒരു സവർണവും മതാത്മകവും പുരുഷാധിപത്യപരവുമായിട്ടുള്ള ഒരു മൂല്യ വ്യവസ്ഥ മണ്ഡലത്തിലാണ് നമ്മുടെ ദേശീയതയുടെ ഇടം കണ്ടെത്തിയത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ഈ പറയുന്ന ഏകീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രസത്തയെ ഈ പല ജീവിത വ്യവഹാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്ന് ഒന്നിനെ കണ്ടെടുക്കുകയും മറ്റ് പലതിനെയും പ്രവർജിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദേശീയത മുന്നോട്ട് പോയത്. അതിൽപ്പെട്ട ഒരു സാധനമാണ് ഈ വന്ദേ മാതരം എന്നുള്ളത്. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ പറയുന്ന നോവൽ ആനന്ദമഠം എന്ന് പറയുന്ന 1882 രൂപപ്പെട്ട നോവലിൻ്റെ അകത്ത് വരുന്ന 6 സ്റ്റാൻസയുള്ള ഒരു കവിതയാണ്. പക്ഷേ ഈ കവിത ആദ്യത്തെ 2 സ്റ്റാൻസ് ഓക്കെയാണ്. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ഒക്കെയാണ്. രണ്ടാമത്തെ സ്റ്റാൻസ് ഓക്കെയാണ്. പക്ഷെ മൂന്നാമത്തേത് മുതൽ ബാക്കി 4 സ്റ്റാൻസ് എന്ന് പറയുന്നത് ദുർഗയെയും സരസ്വതിയെയും ലക്ഷ്മിയെയും ഒക്കെ ആയിട്ട് ഇന്ത്യയെ സങ്കല്പിച്ചുകൊണ്ട് അതിനെ വണങ്ങുന്നതായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ 1905 പാർട്ടീഷൻ വിഭജനത്തിനെതിരായിട്ട്, ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻറ്റിൽ ഈ പാട്ട് പാടിയപ്പോൾ അന്നത്തെ ഒരുപാട് പേര്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, മുസ്ലിങ്ങളൊക്കെ തന്നെ ആ പാട്ടിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ വിശ്വാസവുമായിട്ട് അതിനെ ചേർന്ന് പോകാൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1937 AICC കൂടുകയും ഗാന്ധിയും അതേപോലെ തന്നെ ടാഗോറാണ് ഈ പാട്ടിനാദ്യമായിട്ട് മ്യൂസിക്കിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കൂടെ അതിൻ്റെ ആനുഷംഗികമായിട്ട് ഓർക്കുക. അപ്പോൾ ടാഗോറും ഗാന്ധി അടക്കമുള്ളവർ ഈ പാട്ടിനകത്ത് ഈ പറയുന്ന ഒബ്ജക്ഷനുകളായിട്ടുള്ള മറ്റ് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള 10 ആയുധങ്ങളോട് കൂടിയിട്ടുള്ള ദുർഗാദേവി ആണ് നീ എന്ന ഭാരതാംബയെ സംബോധന ചെയ്യുന്ന വരികളൊക്കെയാണ് 6ാമത്തെ വരി എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും തന്നെ അംഗീകരിക്കാൻ പ്രയാസമുള്ള പല വിശ്വാസങ്ങളാണ്. അപ്പം ഈ പല ദേശീയതകളെന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ പല ദേശീയതകളെന്ന് പറയുന്നത് നമ്മൾ ചെറുകാടൊക്കെ പറയുന്നില്ല, എൻ്റെ മുരിങ്ങ മരത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ വിശാലമായ വെണ്ണിനെ കണ്ടിട്ടുള്ളത് എന്ന് പറയും. ഈ വിശാലമായ വെണ്ണെന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയാണ്. അപ്പോൾ ഈ ഉപദേശീയതകൾ അതുപോലെ തന്നെ ഈ പ്രാന്തദേശീയതകളൊക്കെ തന്നെ അംഗീകരിച്ചു കൊണ്ട് വേണമായിരുന്നു നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് 37 AICC ഈ വന്ദേ മാതരം ഈ 2 വരിയിൽ ഒതുക്കണം, ബാക്കി 4 സ്റ്റാൻസ് പാടില്ല എന്ന് തീരുമാനിക്കുക തന്നെയാണ് ചെയ്തത്. അതിനെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. 1950 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്തും തന്നെ നിങ്ങൾക്ക് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചെങ്കിലും നിർബന്ധമായിട്ട് പാടണമെന്ന് എവിടെയും പറയുന്നില്ല, അതിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നില്ല, അതേസമയം നാഷണൽ ആന്തത്തെ ബഹുമാനിക്കണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ ഈ സാധനം ഇമ്പോസ് ചെയ്യാൻ ഫ്രം എബവ് എന്ന് പറയുന്നു. അപ്പം ഈ രീതിയിൽ ദേശീയത എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യൻ ദേശീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒരേ ഒരു പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് അധിനിവേശ വിരുദ്ധത എന്ന് പറയുന്ന ആൻറ്റി കൊളോണിയലിസം എന്ന് ഒറ്റ അജണ്ടയിലാണ്. അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ഇൻക്ലൂസീവായിരുന്നു ഇന്ത്യൻ ദേശീയത. എല്ലാ വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നു ഇന്ത്യൻ ദേശീയത. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് ഒരൊറ്റ പൊതു ശത്രുവിനെതിരായിട്ട്, അല്ലെങ്കിൽ അധിനിവേശ വിരുദ്ധത എന്ന് പറയുന്ന ഒരൊറ്റ അജണ്ട പ്രത്യയശാസ്ത്രത്തിനെ കേന്ദ്രീകരിച്ചുണ്ടായ ഒരു സംഭവത്തെയാണ് ഞാൻ ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ ഇന്ത്യൻ ദേശീയതക്കകത്ത് ഈ പറയുന്ന വൈജാത്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള പ്രയാസമുള്ള, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ്യ മൂല്യമണ്ഡലത്തിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ പ്രവർജനത്തിൻ്റെ അംശങ്ങളാണ് ഇന്നും നമ്മുടെ രാഷ്ട്രഗാത്രത്തെ തകർക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ശ്രീ SK സജീഷ് സംസാരിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ദേശീയത എന്ന് പറയുമ്പോൾ തന്നെ അത് ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന വിഷയമാണോ എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ദേശീയത എന്നത് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അപ്പോൾ എങ്ങനെയാണ് ഒരു ദേശരാഷ്ട്ര സങ്കല്പം, ദേശീയത രൂപപ്പെട്ടു വരുന്നത്? മനുഷ്യർക്ക് അങ്ങനെ ആദിമകാലം മുതൽ ഉണ്ടായി എന്ന് കരുതാൻ വേണ്ടി പറ്റില്ല. മനുഷ്യർ മറ്റ് മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നദീതടങ്ങളിലെല്ലാമായിരുന്നു സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നത്. അതൊന്നും ഒരു ദേശീയതയായി കാണാൻ വേണ്ടി പറ്റില്ല. അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഉൽപ്പാദനം ആരംഭിക്കുകയും ആ ഉൽപ്പാദനത്തിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ആ ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമായി ഉൽപ്പാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥന്മാരുണ്ടാവുകയും അത് കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും അതിൻ്റെ ഭാഗമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമൂഹം രൂപപ്പെടുകയും ആ താല്പര്യങ്ങളിൽ നിന്ന് പലതായ ദേശീയതകളും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദേശസ്നേഹം, നമ്മുടെ ദേശീയത, ഇന്ത്യയുടെ ദേശീയത എങ്ങനെ രൂപപ്പെടുന്നു? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. അതിനു മുമ്പ്, വൈദേശികാധിപത്യത്തിന് മുമ്പ് വിവിധ നാട്ടുരാജ്യങ്ങളായും രാജ്യങ്ങളായും എല്ലാം ചിതറിക്കിടന്ന ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ ഭൂപ്രദേശത്ത്. പരസ്പരം യുദ്ധം ചെയ്ത രാജ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പരസ്പരം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെ വൈദേശിക ശക്തികൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ആധിപത്യം, അതിനെതിരായി എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ രൂപപ്പെട്ടതാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ഈ ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ വിവിധ രീതിയിലുള്ള ഭാഷ സംസാരിക്കുന്നവർ, മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ജാതീയമായ വിശ്വാസങ്ങൾ പുലർത്തുന്നവർ എല്ലാമായിട്ടുള്ള ഒരു ജനതയായിരുന്നു. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായിരുന്നു, ഭക്ഷണശൈലി വ്യത്യസ്തമായിരുന്നു, വസ്ത്രധാരണ ശൈലി വ്യത്യസ്തമായിരുന്നു. അവിടെ അവർക്ക് യോജിച്ച് നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഘടകം വൈദേശികാധിപത്യത്തിനെതിരായി, കൊളോണിയലിസത്തിനെതിരായി, സാമ്രാജ്യത്വത്തിനെതിരായി ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന ഒരു പൊതുബോധത്തിലേക്ക് എത്തുമ്പോഴാണ്. ആ പൊതുബോധത്തിൽ രൂപപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആ പൊതുബോധം നിലനിർത്തുക എന്നതാണ് ദേശീയത എന്ന് പറയുന്നത്. ആ പൊതുബോധം ഇല്ലാതാക്കിയാൽ മാത്രമാണ് ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റൂ എന്ന് ബ്രിട്ടീഷുകാർക്കും അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം ഭിന്നതയിലൂടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ദേശീയതയുടെ പേരിൽ ദേശീയത ആളിക്കത്തിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത് ഒരു അതിർത്തിക്കപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്നതല്ലല്ലോ. ലോകത്തെവിടെയും നടക്കുന്ന അനീതികൾക്കെതിരായി, അക്രമങ്ങൾക്കെതിരായി, മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരായി നമ്മുടെ മനസ്സ്, അതിനെതിരായി ചിന്തിക്കുന്നൊരു മനസ്സ് സാധാരണഗതിയിൽ രൂപപ്പെട്ടു വരേണ്ടതാണല്ലോ. ഇത് ഞാൻ ജനിച്ച ഭൂമി, പ്രദേശം ഒരു പുണ്യഭൂമിയാണ്, അതിനപ്പുറത്തേക്കുള്ള മനുഷ്യരൊന്നും എനിക്ക് വിഷയമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ലല്ലോ. അങ്ങനെ ചിന്തിപ്പിക്കുകയും കപടമായ ഒരു തീവ്രമായ ദേശീയത വളർത്തിക്കൊണ്ടുവന്ന് ആ ദേശീയതയുടെ ഭാഗമായി കുറേ ആളുകളെ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത വളർന്നു വന്നതെങ്കിൽ, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കപ്പെടുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആദ്യവാചകം അങ്ങനെയാണ് രൂപപ്പെടുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നമ്മളായപ്പോഴാണ് ആ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ടാകുന്നത്. ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും നമ്മളായിരിക്കണമെന്നാണ്. നമ്മൾ എന്ന് തന്നെ ആരംഭിക്കുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്ന ആ ഭരണഘടനയിൽ നിന്ന്, നമ്മളിൽ നിന്ന് പലരെയും ഒഴിവാക്കി കളയാൻ വേണ്ടി പുതിയ ഒരു ദേശീയ ബോധം സൃഷ്ടിക്കാനും, അല്ലെങ്കിൽ കപടമായ ഒരു ദേശീയത ആളിക്കത്തിക്കാനും, കുറേ പുതിയ രാജ്യസ്നേഹികളായിട്ടുള്ള പുതിയ ആളുകൾ, കുറച്ചുകൂടി രാജ്യസ്നേഹം കൂടുതലുള്ളവർ എന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടാനുമെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇവർ ഈ കപട ദേശീയതയിൽ നിന്ന്,
കപട രാജ്യസ്നേഹത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അപ്പം ആരാണ് ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ അപ്പം ഭക്ഷിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളല്ല, നമ്മളെന്ന് പറയുന്ന എല്ലാവരുമല്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം ഭക്ഷിക്കുന്നത് ഈ പറഞ്ഞ ഭരണവർഗത്തിൻ്റെ സഹായത്തിനൊപ്പം നിൽക്കുന്ന, എല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അതിസമ്പന്ന വർഗമാണ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഉൽപ്പാദനത്തിൻ്റെയും അതിൻ്റെ ഉൽപ്പാദന ഉപകരണങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന മുതലാളിത്ത വർഗത്തിന് സഹായകരമാവുന്ന രീതിയിലാണ് ഈ ദേശീയത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഏറ്റവും ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി പറയാൻ വേണ്ടി കഴിയുമെങ്കിൽ, ഇപ്പം നേരത്തെയുള്ള സെഷനിലും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു വിഷയമാണെങ്കിലും, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടുപോയതിന് ശേഷം വെനിസ്വേലയിലെ എണ്ണ ഇനി ഞങ്ങളാണ് വിൽക്കുക എന്ന് തട്ടിക്കൊണ്ടുപോയ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു. അതുവരെ വെനിസ്വേലയുടെ എണ്ണ വാങ്ങരുത് എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു പ്രധാനമന്ത്രി, മൈ ഫ്രണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി അതുവരെ റഷ്യയുമായി സൗഹൃദത്തിലായിരുന്നു. ഈ പറഞ്ഞ എണ്ണ അമേരിക്ക സ്വന്തമാക്കിയപ്പോൾ, പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ പറഞ്ഞ എണ്ണ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ലഭിച്ചത് ആർക്കാണ്? ഏത് കമ്പനിക്കാണ്? ഇന്ത്യൻ കമ്പനിക്കാണ്. അപ്പോൾ ഈ ഫ്രണ്ടും ആ ഫ്രണ്ടും ചേർന്നപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തിന് വെനിസ്വേലയുടെ എണ്ണ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം തന്നെ ഈ തരത്തിലാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ തീവ്രമായ ദേശീയത ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളൊരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്നരുള്ള രാജ്യവുമായി ഇന്ത്യ മാറുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ കോർപ്പറേറ്റിന് വെനിസ്വേലയുടെ എണ്ണ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നത്. അപ്പോൾ അതിസമ്പന്നരായും ഇന്ത്യയിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അതിദരിദ്രരായും ഇന്ത്യയിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആരെ വളർത്താനാണ് ഈ ദേശീയത ഉപയോഗിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിനെ നിലനിർത്താൻ വേണ്ടി ഈ തീവ്രമായ വംശീയമായ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. അവർക്ക് ഭരണഘടനയായി മാറേണ്ടത് മനുസ്മൃതിയാണ്. മനുസ്മൃതി ഭരണഘടനയായി മാറിയാലുള്ള സൗകര്യം എന്താണ്? മനുസ്മൃതി ഭരണഘടനയായി മാറിയാലുള്ള സൗകര്യം എന്ന് പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പിന്നെ വർണ്ണാശ്രമത്തിലൊന്നും പെടാത്ത ചണ്ടാളന്മാരുമായി മനുഷ്യരെ വേർതിരിക്കപ്പെടും. അങ്ങനെ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനു പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ത്? ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദൈവഹിതമാണ്. അതുകൊണ്ട് നീ പാവപ്പെട്ടവനായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നീ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവമാണ്. അതുകൊണ്ട് നീ സവർണന് സേവ ചെയ്താൽ അടുത്ത ജന്മത്തിൽ നിനക്ക് സവർണനായി ജനിക്കാൻ വേണ്ടി പറ്റും. ആ സേവ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ പട്ടിണിക്കാരായി മാറുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ ആ വഴിക്ക് കൊണ്ടുപോവുകയും എന്നാൽ കപടമായ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതികരിക്കാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ച് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ വളർത്തുകയും ലോക മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടകൾ യഥേഷ്ടമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെടുക എന്നതാണ് ഇന്നത്തെ ഈ പറഞ്ഞ ദേശീയതയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ലോകത്തെല്ലായിടത്തും കൈകാര്യം ചെയ്യുന്ന അങ്ങനെയാണ്, ഇന്ത്യയിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. ശ്രീ PS മനോജ് കുമാർ സാർ. ഈ ദേശരാഷ്ട്രത്തെയും ദേശീയതകളെയും വ്യത്യസ്തമായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രവാചകൻ്റെ വഴിയിലാണെന്ന് തോന്നുന്നു OV വിജയൻ വളരെ ഒരു വരിയിൽ ദേശരാഷ്ട്രത്തെ നിർവചിച്ചു വച്ചിട്ടുണ്ട്.
കച്ചവടക്കാർക്ക് വ്യാപരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ദേശരാഷ്ട്രം എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷെ ദേശീയതകൾ അങ്ങനെയല്ല. ദേശീയതകളാണ് ഞാൻ പറയുന്നത്. ഒരു ദേശീയതയല്ല ഉള്ളത്. റസാഖ് മാഷ് നേരത്തെ പറഞ്ഞ വള്ളത്തോളിൻ്റെ വരി സമാനമായ കാലത്ത് പല ഭാഷകളിൽ എഴുതിയിട്ടുള്ള, ഇപ്പോൾ സുബ്രഹ്മണ്യ ഭാരതിയെ പോലുള്ള ആൾക്കാർ, ജയശങ്കർ പ്രസാദിനെ പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ പ്രേംചന്ദിനെ പോലുള്ള ആൾക്കാർ, ഇവരെല്ലാം എഴുതിയിട്ടുള്ള ദേശീയ ബോധത്തിൻ്റെ അടിത്തറകളിലേക്ക് നമ്മൾ പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ദേശീയതകൾ ഇന്ത്യയുടെ പിന്നീട് ദേശരാഷ്ട്ര ബോധത്തിലേക്ക് വന്ന പ്രദേശത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഈ ദേശീയ ബോധങ്ങളെല്ലാം തന്നെ ഇന്ന് ചില തരത്തിലുള്ള മർമ്മ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതാണ് ഫീഡർ യൂണിറ്റുകളായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഭാരത് മാതാ എന്നുള്ളത് വളരെ അതിപരിചിതമായ ഒരു പദമാണ്. എവിടെ നിന്നാണ് ഈ ഭാരത് മാതാ എന്ന് പറയുന്ന പദത്തിൻ്റെ ഉൽപ്പത്തി? 1873 കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ എഴുതിയ നാടകത്തിൻ്റെ പേരാണ് ഭാരത് മാതാ. അതിന് മുന്നേ ഭാരത് മാത ഉണ്ടായിരുന്നില്ല. 1770 ഒരു ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സ്ത്രീയെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെയും ഒക്കെ, ഒരു പൂജാരിയെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു റെബൽ ഗ്രൂപ്പിനെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരത്തെ ആവിഷ്കരിച്ച് രൂപപ്പെടുത്തിയ ഒരു നാടകമാണ് ഭാരത് മാത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത്. പിന്നീട് ഗാന്ധിജി ബനാറസിൽ ഭാരത് മാതയ്ക്ക് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ഭാരത് മാതയ്ക്ക് ക്ഷേത്രമുണ്ട്. മാത്രമല്ല, അത് ഒരു വലിയ മർമ്മ കേന്ദ്രമായിട്ട്, ഇന്ത്യൻ സാംസ്കാരിക ദേശീയതയുടെ ഒരു മർമ്മ കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒട്ടനവധി, ഇപ്പോൾ റസാഖ് മാഷ് നേരത്തെ പറഞ്ഞ വന്ദേമാതരം മാത്രമല്ല, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ ജയശങ്കർ പ്രസാദിൻ്റെ സ്കന്ദഗുപ്ത നാടകത്തിൽ ഉള്ളൊരു പാട്ടുണ്ട്. ഈ ഹിന്ദി ബെൽറ്റിൽ ഈ ദേശീയ പ്രസ്ഥാനത്തെ ഇത്ര കണ്ട് ജനങ്ങളിലേക്ക് ഇറക്കി കൊണ്ടുചെന്ന മറ്റൊരു പാട്ടില്ല. ബഡേ ചലോ ബഡേ ചലോ ബഡേ ചലോ ബഡേ ചലോ ഹിമാദ്രി തുംഗ ശൃംഗസേ പ്രബുദ്ധ ശുദ്ധ ഭാരതി സ്വയം പ്രഭാ സമുജ്വല സ്വതന്ത്രത പുക്കാരത്തി എന്നും പറഞ്ഞിട്ടാണ്. ഇത് ഒരു പാട്ടായിട്ട് മാത്രമല്ല വരുന്നത്. ദേശീയതയുടെ വേറൊരു ഭാഗം അതിൻ്റെ അകത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുവരെ ഇന്ത്യയുടെ ചരിത്ര ഡിസ്കഷനുകളിൽ വലിയ തോതിൽ എവിടെയും ഇല്ലാതിരുന്ന ഗുപ്തന്മാരെ ഇതിൻ്റെ കേന്ദ്രത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഹിന്ദി ബെൽറ്റിൻ്റെ ഒരു ദേശീയത രൂപപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ പെഷ്വമാരുടെ ഭരണകാലത്തെയൊക്കെ മാറ്റിക്കൊണ്ട് ശിവജിയെ സെന്നിനെ പോലെയുള്ള ആൾക്കാർ മറാഠ ദേശീയതയുടെ വക്താക്കളാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ പല പ്രദേശങ്ങളുടെ മർമ്മ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിർമ്മിച്ചു വയ്ക്കുന്ന ഒരു അനേക ദേശീയതകളുടെ ഒരു സമാഹാരത്തെ, ഒരു കൺഗ്ലോമറേഷനെയാണ് ഇന്ത്യൻ ദേശീയത എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം മർമ്മ കേന്ദ്രങ്ങളോ സ്വത്വ കേന്ദ്രങ്ങളോ ആയിട്ട് നിലനിന്നതിനെ പിന്നീട് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നിടത്ത് വെച്ച് വേണം നാം ഇന്നത്തെ സാംസ്കാരിക ദേശീയതയെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. തൽക്കാലം ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു. മനോജ് സാറ് പറഞ്ഞതിൽ തന്നെ തുടരുകയാണ്. അതായത് നമ്മൾക്ക് ഒരുപാട് ദേശീയതകളുണ്ടെന്ന് സാർ ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എന്നിരുന്നാലും ദേശീയത എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തിമത്തായ ഒരു ഐക്യ ഘടകമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ ദേശീയതയെ കേവലം ഹിന്ദു ദേശീയത അല്ലെങ്കിൽ മുഗൾ ഭരണകാലത്തെ ദേശീയത എന്ന രീതിയിൽ രണ്ടായി ചുരുക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ദേശീയതകളെ നമ്മൾ വിസ്മരിക്കാറുണ്ടോ അല്ലെങ്കിൽ അത് അപ്രസക്തമാകുന്നുണ്ടോ എന്ന രീതിയിലും നമ്മുടെ ചർച്ച തുടരാവുന്നതാണ്. റസാഖ് സാറ്.
അനൂപ് ചോദിച്ചത് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നൊരു കാര്യം പറയുകയാണ്. ഇതൊരു തരം തോന്നിയ അക്ഷരങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം പെട്ടെന്ന് വന്നിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് 2 തരം ദേശീയതകളെക്കുറിച്ചാണ്. ആ 2 തരം ദേശീയത, ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ പൊളിറ്റിക്കൽ നാഷണലിസം എന്ന് പറയുന്ന ഒറിജിനൽ നാഷണലിസം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന അധിനിവേശ വിരുദ്ധതയെ ആസ്ഥാനമായിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കി നമ്മൾ നേടിയെടുത്ത ഒരു ദേശീയതയുണ്ട്. അതേസമയം അതേ കാലത്ത് തന്നെ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 2ാം പാദത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ 1920കളോട് തന്നെ ഇതിന് ബദലായിട്ടുള്ള ഈ ഒരു സാംസ്കാരിക ദേശീയത, അപ്പം നേരത്തെ സജീഷ് പറഞ്ഞു, ഈ ആ സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ മുന്നോട്ട് വച്ചത് ദേശീയതയുടെ ആധാരം എന്ന് പറയുന്നത് ഈ പറയുന്ന അധിനിവേശ വിരുദ്ധതയൊന്നുമല്ല. ദേശീയതയുടെ ആധാരമാവേണ്ടത് ഹൈന്ദവ സംസ്കാരമാണ്, പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഹൈന്ദവ സംസ്കാരമാണ്. അപ്പോൾ ആ ഹൈന്ദവ സംസ്കാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ദേശീയത വിഭാവനം ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും നേരത്തെ സജീഷ് പറഞ്ഞ പോലെ പുണ്യഭൂമി പിതൃഭൂമി സങ്കല്പം, അതായത് ആരാണ് ഇന്ത്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണ്യഭൂമിയും പിതൃഭൂമിയും ഒന്നായിട്ടുള്ളവർ മാത്രമാണ് ഇന്ത്യക്കാരെന്നുള്ളതാണ് ആ സങ്കല്പം. അത് എത്രമാത്രം ഇടുങ്ങിയ ചിന്താഗതിയാണ് നമുക്ക്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ തന്നെ അവർക്ക് പിതൃഭൂമി ഇന്ത്യയാണ്, പക്ഷേ അവരുടെ പുണ്യഭൂമി കിടക്കുന്നത് അങ്ങ് പലസ്തീനിലും അതുപോലെ തന്നെ അറേബ്യയിലുമാണ്. അതുകൊണ്ട് അവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാരല്ല, ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമല്ല എന്ന് 1930കളോട് തന്നെ. അപ്പം ഈ സാധാരണ എല്ലാവരും പറയാറുണ്ട് 2 നാഷൻ തിയറി ആദ്യമായിട്ട് 40കളിൽ ജിന്നയാണ് കൊണ്ടുവന്നത്. 1923 തന്നെ ഈ പറയുന്ന 2 നാഷൻ അല്ല 3 നാഷൻ തിയറി തന്നെ നമ്മുടെ ഈ പറയുന്ന കക്ഷികൾ, അതായത് ഗോൾവാൾക്കറും അതുപോലെ തന്നെയുള്ളവരൊക്കെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ, സിക്കിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന് പറയുന്നില്ല, ഇസ്ലാമിസ്ഥാൻ എന്ന് പറയുന്ന 3 ദേശസങ്കല്പങ്ങൾ അന്ന് തന്നെ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ എത്രയോ ശേഷമാണ് ജിന്ന ഈ 2 നാഷൻ തിയറിയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് അതവിടെ അന്തർലീനമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ഒരു ആധിപത്യ വ്യവഹാരമായിട്ട് ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ നാഷണലിസം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ തകർക്കാനുള്ള ശേഷി ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലായ്പ്പോഴും തന്നെ അതിനെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മുതലെങ്കിലും, അതായത് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമെങ്കിലും നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ പൗരന്മാരായിരുന്നു നമ്മൾ. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, നമ്മൾ ആ പൗരന്മാരുടെ സ്ഥാനം വിട്ടുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രത്തിലെ പ്രജകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മളെ പ്രജകളായിട്ടാണ് കാണുന്നത്. എല്ലാ തരത്തിലുമുള്ള ഏകീകരണമാണ് നടക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പം നിങ്ങൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികളാണ്, എന്താണ് ഈ പറയുന്ന വികസിത് ഭാരത് അധിഷ്ഠാൻ അല്ലേ, ശിക്ഷാധിഷ്ഠാൻ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് നമ്മുടെ ഈ നോളജ്, ഇതിൻ്റെ ഈ ഇന്ത്യൻ കൾച്ചറായിരിക്കണം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരൊറ്റ ധാരണയിലാണ് ഈ പറയുന്ന RSS മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ്, സമാവർത്തി പട്ടികയിലുള്ള വിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസത്തെ കേന്ദ്ര പട്ടികയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഡൽഹിയിൽ നിന്നും സിലബസ് തീരുമാനിക്കുന്നു. ഏകീകൃതമായിട്ടുള്ളൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ ആനയിക്കപ്പെടുന്നു. ആ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പൗരന്മാരല്ല, നമ്മൾ പ്രജകളായിട്ട് മാറുന്നു. ഇത്തരത്തിലുള്ളൊരു വല്ലാത്ത ദുരവസ്ഥയിലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആസിഫ എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരി അതിഭീകരമായിട്ട് അമ്പലത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയാണ്. ആ പീഡകരെ അറസ്റ്റ് ചെയ്തപ്പം അവരെ അറസ്റ്റിനെതിരായിട്ട് പ്രതിഷേധ സമരം നടത്തുന്നവർ നമ്മുടെ ദേശീയ പതാക വെച്ചിട്ടാണ് ജമ്മുവിൻ്റെ താഴ്വരയിലൂടെ പ്രകടനം നയിക്കുന്നത്, ദേശീയ പതാക വെച്ചിട്ട്. അതേപോലെ തന്നെ അഖിലാക്ക് എന്ന് പറയുന്ന ഒരാളെ പശുമാംസത്തിൻ്റെ പേരിൽ അടിച്ചു കൊന്നു. ആ ജയിലിൽ നിന്നും ആ പ്രതികളിൽ ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ മൂടിയത് നമ്മുടെ ദേശീയ പതാക വെച്ചിട്ടായിരുന്നു. അപ്പോൾ ദേശീയതയെ ഏതൊക്കെ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത് വളരെ പ്രവർജനത്തിൻ്റെതായ മാർജിനലൈസേഷൻ്റെതായിട്ടുള്ള, അതായത് ഈ പറയുന്നതിനോട് ഫാളിൻ ചെയ്യാൻ തയ്യാറില്ലാത്ത എല്ലാ വിഭാഗങ്ങളും
ദേശത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ട്, 3 ആഭ്യന്തര ശത്രുക്കളാണ് നമ്മുടെ ഗോൾവാൾക്കർ പറയുന്നത്. ഒന്ന് മുസ്ലിങ്ങൾ, ഒന്ന് ക്രിസ്ത്യാനികൾ, പിന്നെ ഒന്ന് സജീഷിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ. 3 ആഭ്യന്തര ശത്രുക്കൾ. ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെയെങ്കിലും രാജ്യത്തു നിന്ന് പുറത്താക്കി. നിങ്ങൾ ഓരോ ഈ കാലത്ത്, ഈ അടുത്ത കാലത്ത് 2014 ശേഷമുള്ള ഓരോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ പുറത്താക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന ഒരു ചോദ്യം തന്നെയാണ് ശ്രീ എസ് കെ സജീഷിനോട്. അതായത് ഹിന്ദു ദേശീയത വളരെ അതിശക്തമായിട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ആ ദേശീയതയെ അല്ലെങ്കിൽ മറ്റും ഉയർത്തിക്കൊണ്ടുവരാൻ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വൈകൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രീ എസ് കെ സജീഷിനോട് ചോദിക്കാനുള്ളത്. അല്ല, നേരത്തെ ഇവിടെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ, റസാഖ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ, ആ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രമായി നിൽക്കുന്നത്. എന്നാൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രത്തെ മാറ്റണമെങ്കിൽ ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കേണ്ടി വരും. അവിടെ ഒരു രാഷ്ട്രം എന്ന ഇവരുടെ സങ്കല്പം, അതിൽ ഒരു ഭാഷ, ഒരു വസ്ത്രധാരണ രീതി, ഒരു ഭക്ഷണശൈലി, അങ്ങനെ എല്ലാത്തിലും രാഷ്ട്രത്തിനൊരു മതം എന്നുള്ള രീതിയിൽ ഇവർ എല്ലാത്തിനെയും മാറ്റുകയാണ്. എല്ലാത്തിനെയും ചേർക്കുന്നതിന് പകരം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിന് പകരം എല്ലാത്തിനെയും തിരസ്കരിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. അതിനേറ്റവും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനയാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് ഇതിനെല്ലാത്തിനും ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന മൂല്യമായി നാം കാണേണ്ടത്. ഇതിനെയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വം. ആ ഫെഡറൽ തത്വത്തെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് പതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതിയിലെ ഇടപെടലിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഫെഡറലിസത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ്. ഇവിടെ നമ്മുടെ രീതികൾക്കനുസരിച്ച്, ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫെഡറൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയും എല്ലാം തയ്യാറാക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഇതെല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ദേശീയ അടിസ്ഥാനത്തിലുള്ള എൻട്രൻസുകൾ വരുന്നു. അത് കുറച്ചുകൂടി മൂല്യം വർദ്ധിപ്പിക്കുകയാണ് എന്ന് നമ്മൾ കരുതുകയാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഓരോ അധികാരങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് എല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് എന്ന സങ്കല്പം നമ്മളെല്ലാവരും മറന്നുപോയിരിക്കുകയാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാട് തന്നെ ഇല്ലാതാവുകയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഘപരിവാരം കൈകാര്യം ചെയ്യുന്ന, RSS കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ഈ പറഞ്ഞ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുകയാണ്. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ഇന്ത്യയിലെ ഫെഡറലിസത്തെ തകർക്കണം. ഫെഡറലിസത്തെ തകർക്കണമെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന തന്നെ അസ്ഥിരപ്പെടണം. ആ ഭരണഘടന അസ്ഥിരപ്പെടുമ്പോൾ അസ്ഥിരപ്പെട്ട ആ ഭരണഘടനയ്ക്ക് പകരം അവർ മുന്നോട്ട് വെക്കുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെയുള്ള വൈദേശിക ശക്തികൾ അല്ലെങ്കിൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെയെല്ലാം ഒഴിവാക്കി കളയണം. പക്ഷേ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഈ രാഷ്ട്രം എങ്ങനെയായിരിക്കും എന്നതുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഒഴിവാക്കി കളയണമെന്ന് അവർ പറയുമ്പോൾ പിന്നെ വരുന്ന രാഷ്ട്രം മനുസ്മൃതിയുടെ രാഷ്ട്രം കൂടിയാണ്. ആ മനുസ്മൃതി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൻ്റെ വിശാലമായ ഒരു സാമ്പത്തിക തലത്തെ കൂടി നാം കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ
കപട ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർ നമ്മുടെ രാജ്യം വികസിച്ചു എന്നവർ പലപ്പോഴും പ്രഖ്യാപിക്കും. പ്രഖ്യാപനം ജനങ്ങളുടെ ജീവിതത്തിൽ നേടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യ ഈസ് ഷൈനിങ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തിളങ്ങുന്ന ഇന്ത്യയിൽ 100 സാരി വെറുതെ കൊടുത്തപ്പോൾ 100 ചില ആളുകൾ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ തിളങ്ങുന്ന ഇന്ത്യയിൽ ആളുകൾ മരിക്കുന്നു. ഇപ്പോൾ വികസിത രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് വികസിച്ചത്? ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് വളരാനുള്ള വഴിയൊരുക്കുക, ഈ രാജ്യത്തെ എല്ലാ വിഭാഗത്തിലും പെട്ട സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, അവരെ നിശബ്ദരാക്കുക എന്ന ലക്ഷ്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിശബ്ദതയിൽ നിന്ന് ഇവിടെ വളരുന്നത് അതിസമ്പന്നത കൂടിയാണ്. ആ അതിസമ്പന്നതയെ വളർത്താനും കോർപ്പറേറ്റുകളെ വളർത്താനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക വശം കൂടി കാണാതെ നമുക്ക് ഇതിൻ്റെ സാമൂഹ്യ വശം മാത്രം ചർച്ച ചെയ്തു പോയാൽ ഇവരെപ്പോഴും എന്താണ്, ആ സാമൂഹ്യ വശത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പം കഴിയും. സാമ്പത്തിക വശം കാണുമ്പോൾ മാത്രമാണ് ഇവരുടെ ഈ കപട ദേശീയതയ്ക്കെതിരായി ഈ രാജ്യത്തെ സാധാരണക്കാരായ കർഷകർ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അപ്പുറത്തേക്ക് ഇന്ത്യയെ വീണ്ടും തിരിച്ചു പിടിക്കുന്ന കർഷക സമരമായി മാറുന്നത്. അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അണിനിരന്ന ഒരു പണിമുടക്ക്. ആ പണിമുടക്കുകളും സമരങ്ങളുമാണ് ഈ കപട ദേശീയതയ്ക്കുള്ള മറുപടി എന്ന് പറയുന്നത്. കാരണം അവിടെ വർഗപരമായ കാഴ്ചപ്പാടോടുകൂടി തൊഴിലാളി വർഗം അവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിൽ ഹിന്ദുവില്ല, മുസൽമാനില്ല, ക്രിസ്ത്യാനിയില്ല, മറ്റ് ജാതി ഇതര വിഭാഗങ്ങളില്ല, എല്ലാവരുമാണ്. എല്ലാവരെയും ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരായി എല്ലാവരും ഒരുമിച്ചുള്ള സമരങ്ങൾ ഉയർന്നു വരിക എന്നതാണ്. യഥാർത്ഥത്തിൽ സമരത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ചേരുകയും ആ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരുകയും അത് ഒരു രാഷ്ട്രമായി പരിണമിക്കുകയും നമ്മൾ എന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയും ആ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാം വീണ്ടും ഇതിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് ഒരുമിച്ച് ഇതിനെതിരായിട്ടുള്ള സമരമായി മാറുക എന്നതാണ് വർത്തമാനകാലത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത്. ഇത് വളരെ ദീർഘകാല പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ആ പരീക്ഷണത്തിലെ ഒരു പരീക്ഷണമാണ് ഗാന്ധിജിയെ കൊല്ലൽ, അടുത്ത പരീക്ഷണമാണ് ഗുജറാത്തിലെ വംശഹത്യ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരീക്ഷണങ്ങൾ പലതും നടക്കുമ്പോൾ ആ പരീക്ഷണം തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന സംഭവം. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേറെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാത്തിനെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങളെയാകെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശരിയായ ബോധത്തോടു കൂടി അണിനിരത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഈ നമ്മുടെ ബഹുസ്വരത എന്നുള്ളത് ഇന്ത്യയെപ്പോലെ വേണ്ടത്ര ഉൾക്കൊള്ളാത്ത സമൂഹങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ ബഹുസ്വരതയെ വേണ്ടത്ര ഉൾക്കൊള്ളാത്ത ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് കുടിയേറ്റക്കാരും മറ്റും വന്ന് നിറയുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിടാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബഹുസ്വരത നമ്മുടെ ദേശീയതയുടെ ഒരു ശക്തിയായി മാറ്റാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് മനോജ് സാറിനോട് ചോദിക്കാനുള്ളത്. ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറ തന്നെ, ഇന്ത്യൻ ദേശീയ ബോധത്തിൻ്റെ അടിത്തറ തന്നെ നേരത്തെ റസാഖ് മാഷ് പറഞ്ഞ പോലെ ഈ ബഹുസാംസ്കാരിക വൈവിധ്യപൂർണമായ ഒരു ജനതതികളെയും സംസ്കാരങ്ങളെയും ആചാര സവിശേഷതകളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യം അത് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ കഴിഞ്ഞ ഒരു 12 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറയുകയുണ്ടായി, ഈ ഘർവാപ്പസി മുതൽ ഇങ്ങോട്ടുള്ള പരീക്ഷണങ്ങളുടെ ഉള്ളിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഈ മർമ്മ കേന്ദ്രങ്ങളെ വെച്ചുകൊണ്ടുള്ള
വലിയ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സജീഷ് പറഞ്ഞ പോലെ ദീർഘകാല പദ്ധതികൾ ഒരുമിച്ച് വരികയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അന്താളിപ്പ് ജനങ്ങളിലേക്ക് ഉണ്ടാക്കുകയും ഈ പ്രതിരോധിക്കേണ്ട ആൾക്കാരിൽ അങ്കലാപ്പുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് ഈ കോർപ്പറേറ്റുകളും ഈ ഹൈന്ദവ ദേശീയവാദികളും ഇത് രണ്ടും തമ്മിൽ എവിടെയെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത് രണ്ടും ഏക ശരീരം ഏക മനസ്സ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ക്രിക്കറ്റിലായാലും ഹോക്കിയിലായാലും എന്തൊക്കെ തരത്തിൽ ദൃശ്യതയുണ്ടോ അവിടേക്കൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ട് മനുഷ്യൻ്റെ ബോധത്തിലേക്ക് ഈ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്തുകൊണ്ട് ഈ മനുഷ്യരില്ലല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ കളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഗ്ലാഡിയേറ്ററൽ കളികളാണ്. ഇവരൊക്കെ നമുക്ക് വേണ്ടി നമ്മളെ ആനന്ദിപ്പിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്കൊക്കെ ദൈവ പരിവേഷം കൊടുത്തുകൊണ്ടാണ് സാംസ്കാരികമായി മറ്റൊരു വിവർത്തനം സാംസ്കാരിക ബോധത്തിൽ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ദൈവമാണ്. ഈ രീതിയിലേക്ക് പുതിയ ബോധങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്നുണ്ട്. അവിടെ കൊണ്ട് തീരില്ല. നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളാവട്ടെ വിശ്വാസങ്ങളാവട്ടെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ശക്തമായി ജീവിതത്തെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം ഈ മഹിഷാസുരമർദിനിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഡിബേറ്റാണ്. ഈ ദാരികനെ ആരാധിക്കുന്ന ആൾക്കാരും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് അത്തരം ആരാധനാ സമ്പ്രദായങ്ങൾക്ക് പൊതുവേദിയിൽ ഒരിടവും കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന പഠനം അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ മർമ്മകേന്ദ്രമായ ദുർഗ പോലെയുള്ള ദേവതാ സങ്കല്പങ്ങൾ കാളി സങ്കല്പങ്ങൾ ഏത് തരത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് അവിടേക്ക് ശ്രീരാമനെയും ഹനുമാനെയും ഒക്കെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് ഈ ദുർഗാ സങ്കല്പത്തിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ. ഞാൻ പറയുന്നത് ഇത് കേന്ദ്രീകൃതമായി മീതെ നിന്ന് വരുന്ന ഒരു സംഗതി മാത്രമല്ല, അടിത്തട്ടിൽ നിന്ന് ഡി കൊസാംബിയുടെ ഒരു ആശയം വേറൊരു തലത്തിൽ നിന്ന് കടമെടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ഫ്യൂഡലിസം ഫ്രം എബവ് ഫ്യൂഡലിസം ഫ്രം ബിലോ എന്ന് പറഞ്ഞ പോലെ വർഗീയതയ്ക്ക് മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള ഒരു വലിയ ഒരു മണ്ഡലം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ തോതിൽ ഈ എന്താ പറയുക ഇന്ത്യ ഒരു പരീക്ഷണശാലയായിട്ട് ഇത് ഗുജറാത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പ്രദേശത്തു നിന്നല്ല ഇന്ത്യ മൊത്തത്തിൽ ഒരു പരീക്ഷണശാലയായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ വളരെ വൈയക്തികമായ ഒരു അനുഭവം പറയാം. ഈ ഒറീസയിലെ പള്ളി തകർത്ത സ്ഥലം ഇതാ പള്ളികൾ തകർത്ത മൊത്തം കാണ്ഡഹാറിൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവിടുത്തെ അതിൻ്റെ ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ പോയത്. അവിടെ കലാപങ്ങൾ ഉണ്ടായതിൻ്റെ വാർഷികം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഓരോ 5 കിലോമീറ്റർ കൂടുമ്പോഴും എൻ്റെ വാഹനം തടഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയിട്ടുള്ളത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ആദിവാസി സമൂഹങ്ങളുടെ ഇടയിൽ കൂടെ നടന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എത്ര പെട്ടെന്നാണ് അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം മാറ്റി തീർത്തതെന്നുള്ളതാണ്. ഞാൻ ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു കല്ല് വെച്ചിട്ടുള്ള സ്ഥലത്ത് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു പ്രായമായ ഒരാൾ പറയുകയും എനിക്ക് വിശദീകരിച്ച് തരികയും ചെയ്തൊരു കാര്യം ഇവിടെ വെച്ചിരുന്നത് ചുരുട്ടും മദ്യവുമാണ്. ആരാധനാ സമ്പ്രദായത്തിൽ ചുരുട്ടും മദ്യവുമാണ് വെച്ചിരുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ആരെങ്കിലും അതൊക്കെ എടുത്തു കൊണ്ടുപോകും. പക്ഷേ ഇതാണ് ഇവിടെ വന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ചുരുട്ടും വെക്കാൻ പറ്റില്ല, മദ്യം വെക്കാൻ പറ്റില്ല, അവിടെ നേദിച്ചിരുന്ന മാംസവിഭവങ്ങളും വെക്കാൻ പറ്റില്ല. പകരം അവിടെ പാലഭിഷേകവും മറ്റുമായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് അടിത്തട്ട് ജീവിതങ്ങളെ മാറ്റിത്തീർക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് കേരളത്തിൽ ഈ പിതൃ ആരാധനാ സമ്പ്രദായത്തിൽ നിന്ന് ഗണേശ ആരാധനാ സമ്പ്രദായത്തിലേക്ക് ചില ഭാഗങ്ങൾ മാറിയത് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ അടിത്തട്ട് ബോധങ്ങൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ സജീഷ് പറയുന്ന പോലെ കോർപ്പറേറ്റിസവും ഇന്ത്യയിലെ ഹിന്ദുത്വ പരീക്ഷണങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധം
ഇല്ലായ്മയല്ല, അവർ തമ്മിൽ ഏക ശരീരത്തിലൂടെയാണത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. അവരുടെ ആയുധം പക്ഷേ ഈ മോണിറ്ററി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണിക്കാത്തതും അതേസമയം പെട്ടെന്ന് കത്തിക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളെ സാംസ്കാരികമായി പിടിച്ചെടുക്കാവുന്നതുമായ ഒരു സാധനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങൾ എന്ന് പറയുന്നത് വൈകാരികമായ ബന്ധങ്ങളെക്കാൾ എളുപ്പത്തിൽ പൊട്ടിത്തെറിച്ച് പോകാവുന്ന ഒരു സാധനമായിട്ട് ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില അടിത്തട്ട് ചെറുത്ത് നിൽപ്പുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യം അത്തരത്തിൽ അടിത്തട്ടിൽ നിന്ന് ചില ചെറുത്ത് നിൽപ്പുകൾ ഈ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മനുഷ്യർ വ്യക്തികളായിട്ടും ചില ബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേയിൽ കമിതാക്കളെ അടിച്ചോടിക്കാൻ വന്ന ബജ്രംഗദൾ പ്രവർത്തകരെ നാട്ടുകാർ എതിരിട്ടൊരു വിധമുണ്ട്. ഇത് മടങ്ങിപ്പോകുന്ന സമയത്ത് ബജ്രംഗദൾ പ്രവർത്തകർ പറഞ്ഞത് ഇത് മുഹമ്മദ് ദീപക് എഫക്റ്റാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ്. മുഹമ്മദ് ദീപക് ഒരു പ്രതീകമായിട്ട് ഇന്ത്യയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. അത് അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചെറുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ സാംസ്കാരിക ദേശീയതയെ അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്ന ബജ്രംഗദളാണ്. അദ്ദേഹം സ്വയം പറയുന്നത് ഞാൻ ഹനുമാൻ്റെ ഏറ്റവും വലിയ ഭക്തനാണെന്നാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ മൂല്യങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയ വിശ്വാസങ്ങളും അതൊരു സാംസ്കാരിക ബാധയായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ത്യൻ ജനതയിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു വരുമ്പോൾ അതിനെങ്ങനെ ചെറുക്കണം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സജീഷും മാഷും പറഞ്ഞ ഒരു വിഷയം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടും അതിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടും ഉണ്ടാക്കിയ നമ്മുടെ ജീവിതരേഖയും നമ്മുടെ രാഷ്ട്രീയ രേഖയുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തുടങ്ങുന്നത് വിയിൽ നിന്നാണ്. ഇന്ന് പാഠപുസ്തകങ്ങളിൽ ഇന്നലെ റസാഖ് മാഷ് അത് സൂചിപ്പിക്കുകയുണ്ടായി. അവർ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന പാഠത്തിൽ ഈ വി കുട്ടികൾക്ക് മുന്നിൽ പുനർനിർവചിക്കപ്പെട്ട് കഴിഞ്ഞു എന്നിടത്താണ് നാം നിൽക്കുന്നത്. വി എന്ന് പറയുന്നവർ ഗണേശോത്സവ സമയത്ത് ഗണേശൻ്റെ അമ്പലത്തിലേക്ക് പോവുകയും ഇതിൻ്റെ അന്ന് ഈ വി എന്നുള്ള ആ മൂല്യ സംഹിതയെ അട്ടിമറിച്ചുകൊണ്ട് കുഞ്ഞു ബോധങ്ങളിലേക്ക് വിയും ദേയുമായിട്ട് പാഠപുസ്തകങ്ങളിലൂടെ വരുന്ന ഈ സാംസ്കാരിക ദേശീയതയുടെ ബോധങ്ങളെ നാം എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ക്ലാസ് റൂമിൽ എളുപ്പത്തിൽ നിൽക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് ഇനി പ്രൊമോഷൻ വേണമെങ്കിൽ IKS-ൽ കോഴ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് അത് എടുക്കേണ്ടി വരും. ഈ രീതിയിലേക്ക് നമ്മുടെ മീതേക്ക് ഈ സർക്കുലറുകളിലൂടെ ചില കാര്യങ്ങൾ ഇട്ട് തരികയും അത് പഠിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വരികയും ചെയ്യുമ്പോൾ ഒരു സിലബസ് പരിഷ്കരണത്തിലൂടെയാണ് ആംഗല വിദ്യാഭ്യാസവും ആംഗല മൂല്യങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊരു സിലബസ് പരിഷ്കരണത്തിലൂടെ ഇതിനെ അട്ടിമറിക്കുകയും ജനാധിപത്യത്തിൻ്റെ അടിത്തറകളിലേക്ക് വരെ ഈ ബഹുദേശീയ ബോധം എന്ന് പറയുന്നതിനെ തകർക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ആക്രമിക്കുന്നത് എന്നുള്ളത് നോക്കണം. എൻ്റെ ഭക്ഷണം ചോറും കറികളുമാണ്. പക്ഷേ എൻ്റെ ദേശീയ ഭക്ഷണം ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത കിച്ചടി ആവുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇതാണ് എനിക്കിത് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ദേശീയതയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ സംഭാഷണം ഇതിലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിരുന്നാലും നമ്മുടെ തീവ്രദേശീയത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ബഹുസ്വര ദേശീയതയ്ക്ക് എത്രത്തോളം കാലം നിലനിൽക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ആ ഒരു ശുഭാപ്തി വിശ്വാസം എല്ലാ പൗരന്മാരെ പോലെയും നമ്മുടെ എല്ലാവരുടെയും ആശങ്കയാണ്. അതുകൊണ്ട് നമ്മുടെ സെഷൻ 5:15 നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഓഡിയൻസിന് എന്തെങ്കിലും പാനലിലുള്ളവരോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
കൊളോണിയൽ കാലഘട്ടത്തിൽ ദേശീയത സങ്കല്പം രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് കൂട്ടിച്ചേർക്കേണ്ട ഒരു പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് 3 വിഭാഗങ്ങളാണ് ദേശീയതയുടെ സമഗ്ര ദേശീയതയെക്കുറിച്ചുള്ള ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്, മറ്റൊന്ന് ഗോത്ര ജനതയാണ്, മറ്റൊന്ന് ഡോക്ടർ BR അംബേദ്കർ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ശില്പികൾ എല്ലാം അടങ്ങുന്ന വിഭാഗങ്ങളാണ്, പ്രത്യേകിച്ചും ദലിത് വിഭാഗത്തിൽ നിന്ന് വരുന്നവർ. ഇന്ത്യ എന്തായിരിക്കണം, ഇത്തരത്തിലുള്ള സംസ്കാരത്തിൻ്റെ ആളുകൾക്ക് ഇന്ത്യ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് അവർ മുന്നോട്ട് വെച്ചത്. 1956 ജയ്പാൽ സിംഗ് മുണ്ട മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഗോത്രജനങ്ങൾക്ക് ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സഹിതം ആധുനിക പൗരസമൂഹമായിരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലുടനീളം ഗോത്രമേഖലകളിലുടനീളം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാർക്കും അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഗോത്രമേഖലകളുടെ ആശയം, അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ആശയങ്ങൾ നിലനിൽക്കുന്നത്. എന്നിട്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതുകയും പോലും ചെയ്തിട്ടുണ്ട്. 1946 തന്നെ ബ്രാഹ്മണിക്കൽ സമഗ്രാധിപത്യ ദേശീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇത് വളരെ കൃത്യമായിട്ട് ദീർഘദൃഷ്ടിയോട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഹിന്ദു ദേശരാഷ്ട്രം ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഭരണകൂടമായി തീരുന്ന സമയത്ത് ആയിത്തീരുകയാണെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ബഹുസ്വരതയും ജനാധിപത്യ സങ്കല്പനങ്ങളും എല്ലാം അട്ടിമറിക്കപ്പെടുമെന്ന് അംബേദ്കർ 1946 തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നു. 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം താഷ്കൻഡിൽ വെച്ചാണെങ്കിലും ഇന്ത്യയിൽ രൂപപ്പെട്ട് 1920 1925 RSS രൂപം കൊള്ളുന്നത്. RSSൻ്റെ രൂപീകരണത്തിന് പിന്നിൽ മഹാരാഷ്ട്രയിലുള്ള ദലിത് ഉണർവുകളായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. പിന്നീടാണ് അത് ഒരു അപരവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം വിരോധത്തിൻ്റെയും ഒക്കെ മതവിരോധത്തിൻ്റെയൊക്കെ അന്യമത വിരുദ്ധത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. എൻ്റെ ചോദ്യം 1925 രൂപം കൊള്ളുന്ന RSSന് കൃത്യമായ ദേശീയത സമഗ്ര ആധിപത്യത്തെക്കുറിച്ചുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പദ്ധതിയും ആസൂത്രണവും ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2025 ആകുമ്പോഴേക്കും അവർ സമഗ്ര ഭരണകൂടം സ്ഥാപിക്കുമെന്നും അവർക്ക് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. 1925 തുടങ്ങിയ പ്രവർത്തന പദ്ധതികളും പരീക്ഷണങ്ങളുമാണ് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇന്ത്യക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ 1920 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സമഗ്രാധിപത്യത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ മറികടക്കാൻ പറ്റുന്ന ബഹുസ്വരതയുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതെ പോയത്? അല്ല, രവി പറഞ്ഞത് പൂർണ്ണമായിട്ടും അടിവരയിടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ദളിത് അസേർഷൻ മഹാരാഷ്ട്രയിലൊക്കെ വന്ന ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് RSS 1925 രൂപീകരിക്കപ്പെടുന്നത്. അപ്പം എന്തായിരുന്നു ചോദ്യം അവസാനിച്ചത്? ഇന്ത്യൻ നാഷണൽ അത് തടയാൻ കഴിയാതിരുന്നത് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണിക് മൂല്യവ്യവസ്ഥയിൽ നിന്ന് വന്നവർ തന്നെയാണ് ഇന്ത്യൻ ദേശീയതയുടെ ഈ സാധനങ്ങളൊക്കെ തന്നെ ബിംബങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രവർജിച്ചു കൊണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ആ ദേശീയതയുടെ എന്താ പറയുക ഈ പറയുന്ന ആഖ്യാനങ്ങളിൽ അല്ലെങ്കിൽ വ്യവഹാരങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ഈ തമോഗർത്തങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് 1 നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഈ RSSന് ഈ രീതിയിലുള്ള അപ്രമാദിത്വം കിട്ടാനുള്ള
കാര്യമൊന്നും. പക്ഷെ ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇപ്പം ടോക്കിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്ന അവസാനത്തെ പുസ്തകത്തിൽ റോമില്ലാ താപ്പർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എനിക്കൊരു ആശ്വാസം നൽകുന്നത്. അവസാനം പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നാട് അതിഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ്. എന്നിട്ട് അവർ പറയാണ്, ദി ഓൺലി ലെസൺ ദാറ്റ് ഐ ഹാവ് ലേൺഡ് ഫ്രം മൈ 22 years ലൈഫ് ഈസ് ദാറ്റ് നത്തിങ് ക്യാൻ ലാസ്റ്റ് ലോങ് എന്ന്. 92 വയസ്സുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം, ഒന്നും സ്ഥായിയായിട്ട് നിൽക്കില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ദീപക് മുഹമ്മദിനെ പോലെയുള്ളവർ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ പറയുന്ന എന്താ പറയുക, അരക്ഷിത ന്യൂനപക്ഷത്തോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ, മറ്റ് ജനാധിപത്യവാദികൾ, ദളിതർ, ഈ പറയുന്ന ആദിവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു വിശാലമായിട്ടുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരം വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വിജയിക്കുകയും ചെയ്യും. കാരണം ഒരു 25 കൊല്ലത്തിലധികം ഒന്നും ഹിറ്റ്ലറിനോ അല്ലെങ്കിൽ മുസോളിനെ ജനങ്ങൾ അടിച്ചു കൊന്നൊക്കെയാണ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്വേച്ഛാധിപതികളൊക്കെ തന്നെ അവസാനം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അത് നമുക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ ചരിത്ര വിദ്യാർത്ഥിയായതുകൊണ്ട് ചരിത്രം എവിടെയെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ അവസാനിക്കില്ല, അത് മുന്നോട്ട് തന്നെ പോകും. ഓക്കെ, ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, അതായത് എപ്പോഴും രക്ഷകരായിട്ടാണ് ഫാസിസം സമൂഹത്തിൽ അവതരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഹിറ്റ്ലറായാലും മുസോളിനി ആയാലും എല്ലാം സമൂഹത്തിലെ ജനങ്ങൾ വളരെയധികം അവരുടെ ജീവിതം പ്രതിസന്ധിയിലേക്കാവുമ്പോൾ ആ പ്രതിസന്ധിയിലെ രക്ഷകരായി വരികയായിരുന്നു. തീവ്രമായ ദേശീയത ഉയർത്തിപ്പിടിച്ച് പ്രശ്നങ്ങൾക്ക് കാരണം മറ്റൊരു വിഭാഗമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അങ്ങനെയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംവിധാനങ്ങൾ വളർന്നു വന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലെയും പശ്ചാത്തലത്തെ നാം ആ രീതിയിൽ കൂടി വിലയിരുത്തണമെന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ അവർ യഥാർത്ഥത്തിൽ 100 വർഷത്തെ പ്ലാനൊന്നും ഉണ്ടാക്കി വെച്ചതല്ല. 1925 കഴിഞ്ഞ് അവർക്ക് 26-ൽ പറ്റുമെങ്കിൽ ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാക്കണമായിരുന്നു. അത് 100 വർഷത്തേക്ക് നീണ്ടുപോയി എന്നുള്ളതാണ് നാം കാണേണ്ടത്. 100 വർഷത്തേക്ക് അത് നീണ്ടുപോയി. അവർ ഉദ്ദേശിച്ച അർത്ഥത്തിൽ 100-ാം വർഷത്തിലും സാധ്യമായിട്ടുമില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത് നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഊർജം ലഭിച്ചത് എവിടെ നിന്നെല്ലാം എന്നുള്ളത് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുടെ ഊർജം കെടുത്തിയ ഒരു ഘടകമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുന്നു. അതിനുശേഷം ഏത് മൂല്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിക്കണമെന്ന അഭിപ്രായത്തിൽ ജവഹർലാൽ നെഹ്റു, നമുക്കറിയാം, പഞ്ചവത്സര പദ്ധതികളും ആസൂത്രണവും എല്ലാമായി, സാങ്കേതികവിദ്യയും എല്ലാമായി സോവിയറ്റ് യൂണിയനുമായി ചേർന്നിരുന്നു. അതായത് ഒരു സോഷ്യലിസ്റ്റ് ആശയഗതിയുമായി കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സമ്മിശ്രമായി നമ്മുടെ രാജ്യത്ത് മുതലാളിത്ത വളർച്ചയ്ക്കൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ ആരംഭിക്കുന്ന ഘട്ടം കൂടി എത്രമാത്രം ഈ സംഘപരിവാരത്തിന് സഹായകരമായി എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രമേൽ വളർച്ചയ്ക്ക് ഇടയായിട്ടുള്ളത് ഇന്ന് കാണുന്ന ഈ ഭീകര രൂപത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയങ്ങളുടെ ഈ രാജ്യത്തെ അതിതീവ്രമായ നടപ്പിലാക്കലിൻ്റെ ഘട്ടമാണ്. രാജ്യത്തെ കർഷകർ, തൊഴിലാളികൾ, മറ്റ് ഇതര ജനവിഭാഗമാകെ തന്നെ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ അവിടെയാണ് അച്ചാദിൻ ആയേഗ എന്ന ഒരു മുദ്രാവാക്യവുമായി ഇവർ വരുന്നത്. യഥാർത്ഥത്തിൽ അവർ അതിനേക്കാൾ തീവ്രമായി ഇതേ നയം നടപ്പിലാക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് പോയത്. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് മനോജ് സാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് അപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ കേരളത്തിലായതുകൊണ്ടാണ് ഓണം അവശേഷിക്കുന്നതെന്നാണ്. അല്ല ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഓണം ഗുജറാത്തിലാണെങ്കിൽ ഒരു 10-20 വർഷം മുമ്പ് അത് മാറി കലണ്ടറുകളിലും അവധിയുമെല്ലാം വാമന ജയന്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഓണം അവശേഷിക്കുന്നു എന്നതാണ് കേരള മോഡൽ. ഓണം അവശേഷിക്കുന്നു എന്നത് രാജ്യത്തിനുള്ളൊരു കേരള മോഡലാണ്. എപ്പോൾ ഓണം കൂടി അപ്രത്യക്ഷമാകുന്നോ അപ്പോൾ കേരളവും കൂടുതൽ അപകടത്തിലായി എന്ന് നമ്മൾ കാണേണ്ടി വരും. അതിനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാത്തിനെയും അങ്ങനെ മാറ്റുകയാണ്. നേരത്തെ ഇവിടെ ചില
ഹനുമാനെ കുറിച്ചെല്ലാം സംസാരിച്ചല്ലോ. ഹനുമാൻ ഇപ്പോൾ എങ്ങനെ മാറിയിരിക്കുന്നു? രൗദ്ര ഹനുമാനായി മാറിയിരിക്കുന്നു. ആ രൗദ്ര ഹനുമാൻ ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പുരാണത്തിലെ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഒരു വിനീതദാസനായിട്ടുള്ള ഒരു ഹനുമാനെ ഇപ്പോൾ ഒരു രൗദ്ര ഹനുമാനായി രാജ്യത്ത് മാറ്റിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഓണം അവശേഷിക്കുന്നു എന്നത് കേരളത്തിൻ്റെ ഒരു പ്രതിരോധമായി നമുക്ക് കാണാമെന്ന് എനിക്ക് തോന്നുകയാണ്. എത്ര കാലം നിൽക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓണവും എല്ലാം ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. നമുക്ക് സമയപരിമിതിയുണ്ട്. എന്നിരുന്നാലും സദസ്സിൽ നിന്ന് ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഡിസ്കഷൻ നിർത്താം. ഇന്ത്യയും ദേശീയതകളെന്ന് പറഞ്ഞത്, ഇന്ത്യൻ ദേശീയത എന്ന ഒരു ആശയത്തെ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. നേഷണലിസം എന്ന് പറയുന്നത്, നേഷൻ എന്ന് പറയുന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി, അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആ ചരിത്ര പശ്ചാത്തലം നാം ഓൾറെഡി കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞു. ഇന്ത്യ ഒരു നാഷണൽ സ്റ്റേറ്റായിട്ട്, അതിന് നമ്മൾ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയും, രാഷ്ട്രമായിട്ട് വളർന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം സംസാരിക്കേണ്ടതായിട്ടുള്ളൂ. കൾച്ചറൽ നാഷണലിസം എന്ന ഒരു ചരിത്രപരമായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. സാങ്കേതികമായ അർത്ഥത്തിൽ നമുക്ക് ചരിത്രത്തിൻ്റെ കുറേ അനുഭവങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഒക്കെ ചരിത്രമുണ്ട്. ഇന്ത്യൻ ദേശീയത വളർന്നു വന്ന കാലത്ത് നമുക്കിവിടെ ഉപദേശികത ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ, മനോജ് സജീഷ് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളത് നേരിടേണ്ടത്. ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ശ്രീരാമുലു ആത്മഹത്യ ചെയ്തിട്ടാണ് ആന്ധ്രാപ്രദേശ് വരുന്നത് 1953. ആ ആന്ധ്രാപ്രദേശ് പിന്നീട് എന്തായി? തെലങ്കാനയും ആന്ധ്രയുമായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ദേശീയതയുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ഈ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് ഉപദേശികതകളുടെ പ്രശ്നങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യൻ ദേശീയത എന്ന വാക്ക് നാം ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, നിങ്ങൾ പറഞ്ഞ, അനൂപ് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ നാഷണലിസം ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ബേസിക്കായ നിയമപരമായ ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ നാഷണലിസവും ഇല്ല. ഇന്ത്യൻ രാഷ്ട്രമേ ഉള്ളൂ. ദേശീയതകൾ ഉണ്ടായിരിക്കാം ഈ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ. ഒരുപക്ഷെ അവിടെയും അതൊക്കെ വളർന്ന് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രങ്ങളും ആയേക്കാം. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇതിനെ മറ്റൊരു ആംഗിളിൽ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന പ്രതിസന്ധികളെ നേരിടാനുള്ള രീതിയിൽ പുതിയ നൊമൻക്ലേച്ചർ നാം രൂപപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ശക്തമായിട്ട് ഞാൻ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുകയാണ്. അതേക്കുറിച്ചിട്ട് ചിന്തിക്കണം എന്ന് ഈ പ്രഭാഷകന്മാരോടും പറയുകയാണ്. മനോജ് സാറിന് ഓക്കെ. മാഷ് ചോദിച്ചതിന് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുണ്ട്. മാഷ് ചോദിച്ച ചോദ്യത്തിന് ഈ ദലിത് ബോധം അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ പ്രതിരോധ ബോധങ്ങൾ വരുന്നത് ഗുലാംഗിരിയിൽ നിന്നാണ്. കാരണം വിഷ്ണുവിനെ അടിമത്തത്തിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഒരു ടൂളായിട്ട്, മനുഷ്യരെ അടിമകളാക്കുന്നതിൻ്റെ ഒരു ടൂളായിട്ട് എങ്ങനെ വിഷ്ണു മാറി എന്നുള്ളത് വിശകലനം ചെയ്യുന്ന ആ പുസ്തകം ഇന്ത്യൻ പ്രതിരോധ ബോധത്തിൻ്റെ ഒരു സാഹിത്യമായിട്ട് ജ്യോതിബ ഫുലെയുടെ പുസ്തകം അത് പ്രചരിച്ച സമയത്ത് ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിൽ ഈ വൈഷ്ണവ ട്രഡീഷനെ ഉൾച്ചേർത്തുകൊണ്ട് ഗാന്ധി നടത്തിയ ഒരു അട്ടിമറി പഠിക്കപ്പെടേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എനിക്ക് ഗാന്ധിയോട് അതീവമായ ആദരവുണ്ട്. ഇന്നത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ട്. പക്ഷേ ഈ കാര്യം അദ്ദേഹം ഈ വൈഷ്ണവ മൂല്യങ്ങളെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്
ഈ ദലിത് ബോധത്തെ അട്ടിമറിക്കുന്നതിന് എങ്ങനെ സഹായകമായി എന്ന് മാത്രം ആലോചിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഹലോ, രാമചന്ദ്ര ഗുഹ പറഞ്ഞതുപോലെ ഒരു നല്ല പാകിസ്ഥാനി ആവുക എന്ന നിങ്ങൾ ആത്യന്തികമായി നല്ലൊരു ഇസ്ലാം ആവുക, ഉറുദു ഭാഷ സംസാരിക്കുക, ഇന്ത്യയെ വെറുക്കുക. നല്ലൊരു ഇസ്രായേലി ആവുക എന്നാൽ നല്ല ഒരു ജൂതനാവുക, ഹീബ്രു സംസാരിക്കുക, പാലസ്തീനെ വെറുക്കുക. പക്ഷേ നല്ലൊരു ഇന്ത്യക്കാരനാവുക എന്നാൽ നിങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്നില്ല, ഹിന്ദു ആകണമെന്നില്ല, പാകിസ്ഥാനെ വെറുക്കണമെന്ന് പോലുമില്ല എന്ന് പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിനോടൊപ്പം ചേർന്ന് പോകാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എസ്.കെ. സജീഷ്, ഡോക്ടർ പി അബ്ദുൾ റസാഖ്, പ്രൊഫസർ PS മനോജ് കുമാർ സാർ, എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇതോടുകൂടി ഇന്ത്യയും ദേശീയതകളും എന്ന വിഷയത്തിലുള്ള സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.